ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഡയഗ്രത്തിനെ കുറിച്ചാണ്. ഒബ്ജക്റ്റ് ഡയഗ്രം ഇപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ് ഡയഗ്രം പറഞ്ഞില്ലേ, അപ്പോൾ ക്ലാസ് ഡയഗ്രം ഒബ്ജക്റ്റ് ഡയഗ്രം രണ്ടും ഒരേപോലെയാണ് കണ്ടാലുണ്ടാവുക. അപ്പോൾ ഒബ്ജക്റ്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാൻസിയേഷൻ ഓഫ് എ ക്ലാസ് എന്നാണ് പറയുക ഒബ്ജക്റ്റ് ഡയഗ്രത്തിന്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും റൺ ചെയ്യുക, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. ക്ലാസ് ഡയഗ്രം ആണെങ്കിലും ഒബ്ജക്റ്റ് ഡയഗ്രം ആണെങ്കിലും സ്റ്റാറ്റിക്കും അതേപോലെ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ വ്യൂവും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുന്നേ പറഞ്ഞു സ്ട്രക്ചറലിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ക്ലാസ് ഡയഗ്രം ഒബ്ജക്റ്റ് ഡയഗ്രം ഒക്കെ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡയഗ്രം അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രം അല്ല. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്റ്റുകൾ തമ്മിൽ സിസ്റ്റവുമായിട്ടൊക്കെ എങ്ങനെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ ഈ ഒരു ഒബ്ജക്റ്റ് ഡയഗ്രം യൂസ് ചെയ്യൽ. അതായത് ഒരു ഒബ്ജക്റ്റ് അറ്റ് റൺ ടൈമിൽ, അതായത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ആ സിസ്റ്റം റണ്ണിങ്ങിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒബ്ജക്റ്റ് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് സിസ്റ്റവുമായിട്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഡയഗ്രം യൂസ് ചെയ്യൽ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഡയഗ്രത്തിലൂടെ നോക്കുമ്പോൾ ക്ലാസ് ഡയഗ്രത്തിൽ ആട്രിബ്യൂട്ടുകളും ഫങ്ഷൻസും ഒക്കെ ഉണ്ട്. അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ അതിൽ ഡിറൈവ് ചെയ്തെടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് സിസ്റ്റത്തിനെ കാണിക്കുന്നത് പോലെയാണ്. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണൂല. പക്ഷേ അതേ സ്ഥാനത്ത് ഒബ്ജക്റ്റ് ഡയഗ്രത്തിലൂടെ നമുക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനും അതെങ്ങനെ ഇൻട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള രണ്ട് ഡയഗ്രം നോക്കുക. ഒന്ന് ക്ലാസ് ഡയഗ്രം, ഒന്ന് ഒബ്ജക്റ്റ് ഡയഗ്രം ആണ്. ക്ലാസ് ഡയഗ്രം നമുക്കറിയാം, ആദ്യം ക്ലാസ്സിൻ്റെ പേരുണ്ടാവും, ബാങ്ക് അക്കൗണ്ട്, പിന്നെ ആട്രിബ്യൂട്ടുകൾ ഉണ്ടാവും, അക്കൗണ്ട് നമ്പർ, ഡാറ്റ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, സ്ട്രിങ്, അതിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ബാലൻസ്, ഫ്ലോട്ട്, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വന്നത്, മൂന്നാമത്തെ കാറ്റഗറി ഫങ്ഷൻസ് ആണുള്ളത്. റിട്ടേൺ ബാലൻസും അപ്ഡേറ്റ് ബാലൻസും. അതിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഫീസിബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ ചെയ്യാം. ഇതാണ് എന്ത് ക്ലാസ് ഡയഗ്രം എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ ഒബ്ജക്റ്റ് ഡയഗ്രം നോക്കുക. തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളാണ് ആര്, ഹാർട്ട് ലിലി JR. അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ഈ ഹാർട്ട് ലിലി JR എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ മാത്രം കാണിക്കാൻ നമുക്ക് ഏത് ഡയഗ്രം വേണം, നമുക്ക് ഒബ്ജക്റ്റ് ഡയഗ്രം വേണം. ഇങ്ങനത്തെ ഓരോ ഒബ്ജക്റ്റിനും നമുക്ക് ഈ ഒബ്ജക്റ്റ് ഡയഗ്രം യൂസ് ചെയ്തിട്ട് വരക്കാം. അപ്പോൾ ഹാർട്ട് ലിലി JR, അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുത്തു. പിന്നെന്ത് കൊടുത്തു, അത് ഏത് ക്ലാസ്സിൽ നിന്ന് ഉള്ള ആളാണ്, ബാങ്ക് അക്കൗണ്ട് എന്ന ക്ലാസ്സിലുള്ള ആളാണ്. പിന്നെ അയാളെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാലൻസ്, അയാളുടെ ബാലൻസ് എത്രയാണെന്നുള്ളതും കറക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എന്ത് ഒബ്ജക്റ്റ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി താഴെ കൊടുത്തിട്ടുള്ളത്. രണ്ടും ക്ലാസ് ഡയഗ്രം ആണെങ്കിലും ഒബ്ജക്റ്റ് ഡയഗ്രം ആണെങ്കിലും രണ്ടും നമ്മൾ റെക്റ്റാങ്കുലർ ഐക്കൺ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നോക്കുക, നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹാർട്ട്ലി JR ഐക്കൺ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് അണ്ടർലൈൻ ചെയ്യുന്നത് വെച്ചാൽ അതാണ് ഒബ്ജക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ക്ലാസ് നെയിമും അതേപോലെ ഒബ്ജക്റ്റ് നെയിമും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോളനും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കാം, നമുക്ക് ഒബ്ജക്റ്റ് നെയിം വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം, അതായത് ഒബ്ജക്റ്റ് നെയിം എഴുതാതെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ആ ഡയഗ്രം അപ്പോഴും ആ ഡയഗ്രം ക്ലിയർ ആണ്, പക്ഷേ നമുക്ക് ഒരു അനോണിമസ് ആയിട്ടുള്ള ഫീല് വരും. അതായത് ആരതാണ് എന്താണ് എന്നുള്ളതൊന്നും അറിയാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ഒമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി, അനോണിമസ് ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് നെയിം സപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിലേക്ക് ക്ലാസ് നെയിം മസ്റ്റായിട്ടും അവിടെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്ലാസ് നെയിമിൻ്റെ തൊട്ട് മുന്നുള്ള കോളനും മസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരിക്കണം. ആ കോളൻ എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതൊരു ക്ലാസ് അല്ല, അവിടെ ഒരു ഒബ്ജക്റ്റിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ കോളൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഒബ്ജക്റ്റ് നെയിം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ കോളൻ വേണം, അതേപോലെ ക്ലാസ് നെയിം മസ്റ്റായിട്ട് വേണം. പിന്നെ the attributes defined for the class may also be shown but the data type is omitted. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലുള്ള ആട്രിബ്യൂട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതാണ് അക്കൗണ്ട് നമ്പർ, ബാലൻസ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഡാറ്റ ടൈപ്പ് എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൊടുക്കുന്നില്ല, അത് ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഡിഫോൾട്ട് വാല്യൂവിന് പകരം നമുക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ വാല്യൂ ഇതിൽ ഈ ആട്രിബ്യൂട്ടിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഒരു ഒബ്ജക്റ്റിനെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആട്രിബ്യൂട്ട് നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഈക്വൽ ടു സൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആക്ച്വൽ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുമുണ്ട്. അതാണ് കാണിച്ചിട്ടുള്ളത്. അതായത് അക്കൗണ്ട് നമ്പർ ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ 0 0 1 2 3 4 5 6 എന്ന് കൊടുത്തത്. കാരണം സ്ട്രിങ് ആണ്, അപ്പോൾ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തു. പിന്നെ ബാലൻസ് ഈക്വൽ ടു എത്രയാണ്, ഫ്ലോട്ടിംഗ് ആണ്, ഫ്ലോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് ബാലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡെസിമൽ പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ 576.23 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആട്രിബ്യൂട്ടിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കാണിച്ചതില്ലേ ഇപ്പം നേരത്തെയുള്ള ഡയഗ്രത്തിൽ. അപ്പോൾ ഇനി ഇപ്പോൾ താഴെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സെവറൽ ഒബ്ജക്റ്റ്, ബാങ്ക് അക്കൗണ്ടിൻ്റെ സെവറൽ ഒബ്ജക്ട്സിനെ കാണിച്ചതാണ് ഇപ്പോൾ ആ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്, ഫിഗർ 3.15. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റ് പിന്നെ അഡീഷണൽ ഒബ്ജക്ട്സ് നമ്മൾ ഇംപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡ് റെക്റ്റാങ്കിൾ ഉള്ള പോലെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റിന് കാണിക്കുക. അപ്പോൾ ഹാർട്ട്ലി JR എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒരു അക്കൗണ്ട് കാണിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചാൽ അതിൻ്റെ ബാക്കിൽ വേറൊന്നും കൂടെ ഉണ്ട്. പിന്നെ ഇനി എത്ര അക്കൗണ്ടുകളാണ് നമുക്കിങ്ങനെ കാണിക്കാനുള്ളത്, അതിനൊക്കെ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഇങ്ങനെ റെക്റ്റാങ്കുലർ കാണിച്ചാൽ എന്ത് ചെയ്തു, അവിടെ സെവറൽ ഒബ്ജക്ട്സ്, ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ സെവറൽ ഒബ്ജക്ട്സ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ കാണിക്കാൻ പറ്റും. പിന്നെ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒബ്ജക്റ്റ് ഡയഗ്രത്തിൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലിങ്ക് ആണ്. നമ്മൾ ക്ലാസ് ഡയഗ്രത്തിൽ യൂസ് ചെയ്തത് എന്തായിരുന്നു, അസോസിയേഷൻ ആയിരുന്നു. ഇവിടെ യൂസ് ചെയ്യുന്നത് ലിങ്ക് ആണ്. അപ്പോൾ ലിങ്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സോളിഡ് ലൈൻ. ലിങ്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സോളിഡ് ലൈനാണ് രണ്ട് ഒബ്ജക്റ്റ് ഐക്കൺസിൻ്റെ ഇടയിൽ. അതിൻ്റെ മേലെ നമുക്ക് ലേബൽ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലിങ്കും അസോസിയേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലിങ്കുകൾ രണ്ട് ചിലപ്പോൾ ചോദിക്കാം. ലിങ്ക് എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റ് ഡയഗ്രത്തിനെ തമ്മിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സ്ഥാനത്ത് അസോസിയേഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് ക്ലാസ് ഡയഗ്രത്തിൻ്റെ എന്ത് ചെയ്യാനാണ്, അസോസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഹാർട്ട്ലി JR എന്ന കസ്റ്റമർ, ആ കസ്റ്റമറുടെ നെയിം. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഹാർട്ട്ലി JR, അയാളൊരു കസ്റ്റമറാണ്, അയാളെ പേര് ഹാർട്ട്ലി JR, അയാൾ അഡ്രസ്സ്, അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഡയഗ്രാം കൊടുത്തത്. അതിന്ന് അയാൾക്ക് എന്തുണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ടും ഉണ്ട്, അയാൾക്ക് കറൻറ്റ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് വേറൊരു ഒബ്ജക്റ്റ് ഡയഗ്രാമാണ്, കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് വേറൊരു ഒബ്ജക്റ്റ് ഡയഗ്രാമാണ്. പക്ഷേ രണ്ടും എന്താണ്, ഈ ഹാർട്ട്ലി JR എന്ന് പറയുന്ന ഈ കസ്റ്റമർ തന്നെയല്ലേ. അപ്പോൾ അതിലേക്കുള്ള കണക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് കസ്റ്റമർ എന്നുള്ള ആ ഒബ്ജക്റ്റ് ഡയഗ്രത്തിൽ നിന്ന് ഹാർട്ട്ലി JR സേവിങ്സ് അക്കൗണ്ട് എന്നുള്ള ഒബ്ജക്റ്റ് ഡയഗ്രത്തിലേക്കും ഹാർട്ട്ലി JR കറൻറ്റ് അക്കൗണ്ട് എന്നുള്ള ഒബ്ജക്റ്റ് ഡയഗ്രത്തിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്കുകൾ കൊടുത്തതാണ് കാണിച്ചത്, സോളിഡ് ലൈൻസ് കൊടുത്തതാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു ഓവറോൾ ആ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാവും, ഒരുപാട് ഒബ്ജക്റ്റ് ഡയഗ്രാം ഉണ്ടാവും. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഉള്ളതല്ലല്ലോ, ഒരുപാട് ഇങ്ങനത്തെ ഇപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർന്നതാണ് എൻ്റെ ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ വരുന്നത് കാണിക്കാനാണ് നമ്മൾ മുകളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, രണ്ട് ഇങ്ങനെ ബാക്കിൽ ഒരു റെക്റ്റാങ്കിളും കൂടെ കൊടുക്കുമ്പോൾ അതിനർത്ഥം വേറെയും ഉണ്ട്, മൾട്ടിപ്പിളായിട്ട് ഇനിയും അതിൻ്റെ ബാക്കിലുണ്ട്, സെവറൽ ഒബ്ജക്ട്സ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് നമുക്ക് പാക്കേജ് ഡയഗ്രാമാണ്. പാക്കേജ് ഡയഗ്രാം നോക്കാം. പാക്കേജ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഷോസ് ദ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് മേജർ എലമെൻറ്റ്സ്
in middle to large scale systems that can be used to show both structure and dependencies between subsystems or modules. അപ്പോൾ മൊഡ്യൂൾസുകൾ തമ്മിലോ അല്ലെങ്കിൽ സബ്സിസ്റ്റംസ് തമ്മിലോ ഉള്ള ഡിപ്പെൻഡൻസസ് റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സ്ട്രക്ചർ കാണിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാണിക്കാൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്രമാണ് പാക്കേജ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡയഗ്രം നോക്കാം. പാക്കേജ് ഡയഗ്രത്തിൽ വരുമ്പോൾ ഒരു ബിസിനസ് ഡയഗ്രമാണ് ഇപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ബിസിനസ് ഡയഗ്രമാണത്. അതായത് ഒരു ബിസിനസ് സോഫ്റ്റ്വെയറിൽ ഒരു പാക്കേജ് ഡയഗ്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റോക്ക് ട്രേഡർ UI ഉണ്ടാവും, GUI ലൈബ്രറി ഉണ്ട്, പോർട്ട്ഫോളിയോ UI ഉണ്ട്, പൊസിഷൻസ് ഉണ്ട്, പോർട്ട്ഫോളിയോ ആപ്പ് ഉണ്ട്, സ്റ്റോക്ക് ട്രേഡർ ഉണ്ട്, സിനാരിയോ മാനേജർ, സ്റ്റോക്സ് DB. കംപ്ലീറ്റ് ബിസിനസ് ലെവലിലുള്ളതാണ് കേട്ടോ. അതാണ് അങ്ങനത്തെ പേരുകളൊക്കെ. നിങ്ങൾ എക്സാമ്പിളായിട്ട് എഴുതുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള മൊഡ്യൂൾസുകൾ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ ഇതിൽ അപ്പോൾ അവ തമ്മിലുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇതിലെങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ഈ ഒരു ഡയഗ്രത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ നൊട്ടേഷണൽ കൺവെൻഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പാക്കേജസ് അപ്പിയർ ആസ് റെക്റ്റാങ്കിൾസ് വിത്ത് സ്മോൾ ടാബ്സ് അറ്റ് ദ ടോപ്പ്. പാക്കേജസ് വരുന്നത് റെക്റ്റാങ്കിൾസ് ആയിട്ടാണ്. അതിൻ്റെ മുകളിൽ ചെറിയ ടാബ് ഉണ്ടാവും. കണ്ടില്ല എങ്ങനെ ഒന്നിങ്ങനെ ഫയൽ പോലെ ഇങ്ങനെ നിൽക്കുന്നത്, നമുക്ക് കണ്ട ഒരു ഫോൾഡർ ആണെന്ന് തോന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് പാക്കേജസ് വരിക. ദ പാക്കേജ് നെയിം ഈസ് ഓൺ ദ ടാബ്. പാക്കേജിൻ്റെ നെയിം ടാബുമേലുണ്ട്. ഓർ ഇൻസൈഡ് ദ റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൽ ആവാം. ദ ഡോട്ടഡ് ആരോസ് ആർ ഡിപ്പെൻഡൻസീസ്. ഡോട്ടഡ് ആരോസ് കാണിക്കുന്നത് അവ തമ്മിലുള്ള ഡിപ്പെൻഡൻസികളാണ്, അതായത് റിലേഷൻഷിപ്സ് ആണ്, എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. വൺ പാക്കേജ് ഡിപ്പെൻഡ്സ് ഓൺ അനദർ ഇഫ് ചേഞ്ചസ് ഇൻ ദ അതർ കുഡ് പോസിബിളി ഫോഴ്സ് ചേഞ്ചസ് ഇൻ ദ ഫസ്റ്റ്. അപ്പോൾ ഒരു പാക്കേജ് മറ്റൊന്നിലേക്ക് ഡിപ്പെൻഡഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഏതെങ്കിലും ഒന്നിലൊരു മാറ്റം വരുത്തിയാൽ അത് മുന്നത്തേൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയും. നമ്മൾ DBMSലൊക്കെ ഡിപ്പെൻഡൻസി പഠിച്ചിട്ടില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിളിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ബാക്കി എല്ലാ ടേബിളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തേനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത്. പിന്നെ എ പാക്കേജ് ഇൻ ദ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ഹെൽപ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജ് ഡയഗ്രാം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഗ്രൂപ്പ് എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്യാൻ, ടു പ്രൊവൈഡ് എ നെയിം സ്പേസ് ഫോർ ദ ഗ്രൂപ്പ്ഡ് എലമെൻറ്റ്സ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത എലമെൻസിന് ഒരു നെയിം സ്പേസ് കൊടുക്കാൻ, ഒരു നെയിം കൊടുക്കാൻ. പിന്നെ എ പാക്കേജ് മേ കണ്ടെയ്ൻ അതർ പാക്കേജസ് ദസ് പ്രൊവൈഡിങ് ഫോർ എ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ഓഫ് പാക്കേജസ്. അപ്പോൾ ഒരു പാക്കേജിന് വേറെയും പാക്കേജസ് ഉണ്ടാവാം. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം? ഹൈറാർക്കിക്കൽ, ഒരു വലിയ ഹൈ ലെവൽ എന്ത് ചെയ്യാം? പാക്കേജസ് ഓർഗനൈസേഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ UML എലമെൻറ്റ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു പാക്കേജസ്. UML എലമെൻറ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാക്കേജസ് ആക്കി എടുക്കാനും ഗ്രൂപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് അടുത്തത് പാക്കേജ് ഡയഗ്രത്തിനെ പറയുന്നത്. താഴെ കാണിച്ചിട്ടുള്ളത് ബിസിനസ് കോമ്പോസിഷൻ, അതായത് ഒരുമിച്ച് വരുമ്പോൾ ഉള്ളതാണ്. ഒരു ബിസിനസ്സിലുള്ള എല്ലാ സ്റ്റെപ്സും വരുമ്പോൾ അത് കാണിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്? ആദ്യം അക്കൗണ്ടിങ് സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളും എങ്ങനെ പാക്കേജിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡെപ്തിൽ കാണിച്ചു. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് പിന്നെ ഓർഡറിങ് ഉണ്ട്. ഓർഡറിങ്ങിൽ നിന്ന് ഏതിലേക്ക് പോകും? അക്കൗണ്ടിങ്ങിലേക്ക് പോകും. ബില്ലും കാര്യങ്ങളൊക്കെ ആ സെക്ഷനിലേക്ക്. അതേപോലെ ഓർഡർ ചെയ്താൽ എന്ത് ചെയ്യും? അത് ഷോപ്പിങ്ങിലേക്കും പോകും. ശരി തന്നെയല്ലേ? അങ്ങനെ എല്ലാ 2 സെക്ഷനിലേക്കും പോകും. ഒരു ബിസിനസ് കോമ്പോസിഷനാണ് ഒറ്റയടിക്ക് ഒരു പാക്കേജ് ഡയഗ്രത്തിലൂടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി വലിയൊരു എന്താണ്? ആ കംപ്ലീറ്റ് കോമ്പോസിഷനായിട്ട് കാണിച്ചതാണ്. വലിയൊരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കാണിച്ചതാണത്. പിന്നെ പാക്കേജ് ഡയഗ്രത്തിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് അത് ഹൈറാർക്കിക്കൽ ലെവലിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറായിട്ട് നെസ്റ്റഡ് പാക്കേജസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് നെസ്റ്റഡ് പാക്കേജസ് നോക്കുക. അതായത് ഫസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ജാവ എന്ന് പറഞ്ഞ പാക്കേജാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ യൂട്ടിൽ പറഞ്ഞിട്ടുള്ള പാക്കേജ്, അതിൻ്റെ ഉള്ളിൽ ഡേറ്റ് എന്ന് പറഞ്ഞ പാക്കേജ്. നിങ്ങൾ ജാവ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ജാവയിൽ നിങ്ങൾ പാക്കേജസ് പഠിച്ചിട്ടുണ്ടാവും. മീൻസ് ജാവ എന്നുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് ഒരുപാട് പാക്കേജുകളുണ്ട്. അപ്പോൾ ആ ജാവൻ്റെ ഉള്ളിൽ ഇപ്പോൾ യൂട്ടിൽ ഡോട്ട് സ്റ്റാർ IO ഡോട്ട് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ
ഇമ്പോർട്ടഡ് എന്തുണ്ട് പാക്കേജസ് ഉണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ജസ്റ്റ് അങ്ങനെ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ജാവ എന്നുള്ളതിൻ്റെ ഉള്ളിൽ വരുന്ന പാക്കേജസ് ആണ് യൂട്ടിൽ .i സ്റ്റാർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് വന്നു. ഈ യൂട്ടിലിൻ്റെ ഉള്ളിൽ എന്ത് വരും, ഡേറ്റ്, ടൈം, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മളെ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ അതാണ് ഈ 3 കാണിച്ചിട്ടുള്ളത്. ജാവൻ്റെ ഉള്ളിൽ യൂട്ടിൻ്റെ ഉള്ളിൽ ഡേറ്റ് എന്നുള്ളത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ജാവയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഹൈറാർക്കിക്കൽ നെസ്റ്റഡ് പാക്കേജസ് ആയിട്ടും നമുക്ക് പാക്കേജ് ഡയഗ്രാം യൂസ് ചെയ്യാം എന്നതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് കോമ്പോസിറ്റ് ഡയഗ്രമാണ്. കോമ്പോസിറ്റ് ഡയഗ്രാം നോക്കാം. കോമ്പോസിറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഡയഗ്രാം ഡിസ്പ്ലേസ് ദ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഓഫ് കമ്പോണൻസ് ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിൻ്റെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, കമ്പോണൻറ്റ് ഡയഗ്രാം ആണ്. അപ്പോൾ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് ഡയഗ്രാം എന്താ കാണിക്കുന്നത്, ഹൗ കമ്പോണൻസ് ആർ വയേർഡ് ടുഗദർ ടു ഫോം ലാർജർ കമ്പോണൻസ് ഓർ സോഫ്റ്റ്വെയർ സിസ്റ്റം. അപ്പോൾ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവില്ലേ ഒരു സിസ്റ്റത്തിന്. അപ്പോൾ കമ്പോണൻസ് എല്ലാം ചേർന്നിട്ട് ലാർജർ കമ്പോണൻസ് ആവുന്നത് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, അതേപോലെ അതെങ്ങനെയാണ് ഒരു വലിയ സോഫ്റ്റ്വെയർ സിസ്റ്റമായി മാറുന്നത് എന്നൊക്കെ നമുക്ക് ഈ കമ്പോണൻറ്റ് ഡയഗ്രത്തിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓർഗനൈസേഷനെ വിഷ്വലൈസ് ചെയ്യാനും അതിൻ്റെ കമ്പോണൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. നോക്കുക. അപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് സ്റ്റീരിയോ ടൈപ്പ് ഇൻ കമ്പോണൻസ് ഇൻക്ലൂഡ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഫയൽസുകൾ, ഡോക്യുമെൻറ്റ്സ്, ഡാറ്റാബേസ് ടേബിൾസ്, ഫയൽസ്, ലൈബ്രറി ഫയൽസിനൊക്കെയാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പ് ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് കാണിക്കുന്നത് ഇതിലൂടെയാണ്. നമുക്ക് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ കമ്പോണൻസ് ആർ വയേർഡ് ടുഗദർ ബൈ യൂസിങ് ആൻ അസംബ്ലി കണക്ടർ to connect the required interface of one component with the provided interface of another component. അപ്പോൾ ഓരോ ഡയഗ്രത്തിലും നമ്മൾ ഈ ഡിപ്പെൻഡൻസീസ് പറയുന്നുണ്ട് അല്ലേ. അപ്പം ക്ലാസ് ഡയഗ്രത്തിൽ അസോസിയേഷൻ, ഒബ്ജക്റ്റ് ഡയഗ്രത്തിൽ ലിങ്ക്, പാക്കേജ് ഡയഗ്രത്തിൽ വന്നപ്പോൾ അത് എന്തായിരുന്നു, ഡിപ്പെൻഡൻസീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെന്തായി മാറി, അസംബ്ലി കണക്ടറായി മാറി കമ്പോണൻറ്റ് ഡയഗ്രത്തിൽ. അപ്പോൾ അസംബ്ലി കണക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പോണൻറ്റിൻ്റെ ഇൻ്റർഫേസും മറ്റൊരു കമ്പോണൻറ്റിൻ്റെ ഇൻ്റർഫേസും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അസംബ്ലി കണക്ടർ യൂസ് ചെയ്തിട്ട് കാണിക്കാം. ദിസ് ഇല്ലുസ്ട്രേറ്റ്സ് ദ സർവീസ് കൺസ്യൂമർ ആൻഡ് സർവീസ് പ്രൊവൈഡർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കമ്പോണൻസ്. അപ്പോൾ 2 കമ്പോണൻസുകൾ തമ്മിൽ സർവീസ് കൺസ്യൂമറും ഉണ്ടാവും, സർവീസ് പ്രൊവൈഡർ റിലേഷൻഷിപ്പ് നമുക്ക് ഏത് യൂസ് ചെയ്തിട്ട് കാണിക്കാം, ഒരു അസംബ്ലി കണക്ടർ യൂസ് ചെയ്തിട്ട് കാണിക്കാം. An assembly connector is a connector between 2 components that defines that one component provides the services that another component requires. അസംബ്ലി കണക്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷനാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കമ്പോണൻറ്റിലുള്ള സർവീസ് മറ്റൊരു കമ്പോണൻറ്റിന് വേണ്ടതാണ്, റിക്വയർഡ് ആണ് എന്നതൊക്കെ നമുക്ക് അസംബ്ലി കണക്ടറിലൂടെ കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ is defined from a required interface or port to a provided interface or port. ഈ ഒരു കണക്ടർ എന്ന് പറയുന്നത് ഒരു റിക്വയർഡ് ഇൻ്റർഫേസിലുള്ള കണക്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പോർട്ടിലേക്കുള്ള കണക്ടറാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു കണക്ടർ രണ്ട് കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി കണക്ടർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് കണക്ടർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു സർവീസ് മറ്റേ കണക്ടർക്ക് ആവശ്യമുള്ളതായിട്ട് വരാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസംബ്ലി കണക്ടറിലൂടെ കാണിക്കാൻ പറ്റും. അതേപോലെ ഇൻ്റർഫേസ് കാണിക്കാൻ പറ്റും, പോർട്ട് കാണിക്കാനൊക്കെ നമുക്ക് അസംബ്ലി കണക്ടറിലൂടെ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾസാണ് അടുത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നോക്കാം. കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഹൈ ലെവൽ അബ്സ്ട്രാക്റ്റഡ് വ്യൂ ഓഫ് എ കമ്പോണൻറ്റ് ക്യാൻ ബി മോഡൽഡ് ആസ്. അപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ ഹൈ ലെവൽ അബ്സ്ട്രാക്റ്റഡ് വ്യൂ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. എ റെക്റ്റാങ്കിൾ വിത്ത് ദ കമ്പോണൻസ് നെയിം. ഒരു റെക്റ്റാങ്കിൾ ആണ്, അതിൽ കമ്പോണൻറ്റിൻ്റെ നെയിം എഴുതിയിട്ടുണ്ടാവും. എ റെക്റ്റാങ്കിൾ വിത്ത് ദ കമ്പോണൻറ്റ് ഐക്കൺ.
ഒരു റെക്റ്റാങ്കിളിൽ കമ്പോണൻ്റ് ഐക്കൺ വെച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ ആയിരിക്കാം. എ സ്മോൾ റെക്റ്റാങ്കിൾ വിത്ത് 2 ഈവൻ സ്മോളർ റെക്റ്റാങ്കിൾസ് പ്രൊജക്റ്റിംഗ് ഔട്ട് ഓൺ ദ ലെഫ്റ്റ്. കണ്ടില്ലേ, അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ റെക്റ്റാങ്കിളും പിന്നെ 2 കുഞ്ഞു റെക്റ്റാങ്കിൾ ഇങ്ങനെ പുറത്തേക്കായി നിൽക്കുന്നത് പോലെ ഒരു ഡയഗ്രാം കണ്ടില്ലേ, നടുവത്തേലൊക്കെ ഉള്ള. അപ്പോൾ അതാണ് വേറൊരു ഫോർമാറ്റ്. പിന്നെ റെക്റ്റാങ്കിൾ വിത്ത് സ്റ്റീരിയോ ടൈപ്പ് ടെക്സ്റ്റ് ഓർ ഐക്കൺ, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് ടെക്സ്റ്റോ ഐക്കണോ ഉള്ള റെക്റ്റാങ്കിളും ആയിരിക്കാം. അപ്പോൾ എ നൊട്ടേഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഡയഗ്രാം, ഒരു കമ്പോണൻറ്റ് ഡയഗ്രത്തിൻ്റെ കമ്പോണൻറ്റിനെ കാണിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റത്തത് റെക്റ്റാങ്കിൾ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പോണൻറ്റിൻ്റെ പേര്. രണ്ടാമത്തത് റെക്റ്റാങ്കിൾ, അതിൽ കമ്പോണൻറ്റ് ഐക്കണും കൂടെ ഉള്ളതാണ്. ഓർഡർ എന്നാണ് കമ്പോണൻറ്റിൻ്റെ പേര്. പിന്നെ മൂന്നാമത്തത് സ്റ്റീരിയോ ടെക്സ്റ്റ് അടക്കം ഉള്ള മൊത്തത്തിലുള്ള ഒരു അതായത് രണ്ടും കൂടിയ ടൈപ്പാണ് ആ മൂന്നാമത് കാണിച്ചിട്ടുള്ളത്. ഓർഡറും ഉണ്ട്, അതേപോലെ കമ്പോണൻ്റ് ഐക്കണും ഉണ്ട്. പിന്നെ ദ ലോലിപോപ്പ്, എ സ്മോൾ സർക്കിൾ ഓൺ എ സ്റ്റിക്ക്, represents an implemented or provided interface. The socket symbol is a semicircle on a stick that can fit around the lollipop. This socket is a dependency or needed interface. നോക്കുക, ലോലിപോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊക്കെ അറിയാമല്ലേ, അതായത് കോലുമിഠായി എന്ന് പറയും ഇങ്ങനെ. അപ്പോൾ അതേപോലെ അല്ലേ ആ താഴത്തെ ഡയഗ്രാം നോക്കുക, അതിൽ ഇൻ്റർഫേസ് കാണിച്ചിട്ടുള്ളത് നോക്കൂ. അതായത് അനദർ കമ്പോണൻ്റ് എന്നുള്ളതിൽ നിന്ന് വന്നിട്ട് ഒരു സ്മോൾ സർക്കിൾ സ്റ്റിക്കുമല്ലേ, അതാണ് ലോലിപോപ്പ് എന്ന് കാണിച്ചിട്ടുള്ളത്. അതെന്താണ്, ഒരു ഇൻ്റർഫേസ് ആണ് എന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ഓർ പ്രൊവൈഡഡ് ഇൻ്റർഫേസിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അതിനോട് ചാരിയിട്ട് ഒരു സെമി സർക്കിൾ, സ്റ്റിക്കും ഒരു സെമി സർക്കിൾ ഉണ്ട് അല്ലേ, ആ ലോലിപോപ്പിനോട് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ഹാഫ് സർക്കിളും പിന്നെ അതിൻ്റെ ബാക്കി സ്റ്റിക്കും മറ്റേലേക്ക് കമ്പോണൻറ്റിലേക്ക് പോകുന്നു. അതെന്താണ്, ദിസ് സോക്കറ്റ് ഈസ് എ ഡിപ്പെൻഡൻസി ഓർ നീഡഡ് ഇൻ്റർഫേസ്. അതാണ് ഡിപ്പെൻഡൻസി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വേണം എന്നുള്ളത് കാണിക്കുന്നത് ആ ഒരു സെമി സർക്കിളാണ്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇൻ്റർഫേസ് ആണ് എന്നുള്ളതൊക്കെ. പിന്നെ ഇൻ്റർഫേസ് ഇൻ ദ എക്സാമ്പിൾ ബിലോ ഷോസ് 2 ടൈപ്പ് ഓഫ് കമ്പോണൻറ്റ് ഇൻ്റർഫേസ്. താഴെ 2 കമ്പോണൻറ്റ് ഇൻ്റർഫേസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, അതിൽ കമ്പോണൻറ്റ് എന്നുള്ള ഫസ്റ്റ് കമ്പോണൻറ്റ് ഡയഗ്രാം, അടുത്തത് വേറൊരു അനദർ കമ്പോണൻറ്റും ഉണ്ട്. അവ രണ്ടും തമ്മിൽ എന്തുണ്ട്, ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഇൻ്റർഫേസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റോടത്തുനിന്നാണ്, അതായത് അനദർ കമ്പോണൻറ്റ് എന്നുള്ളതിൽ നിന്നാണ്. അപ്പോൾ അത് ലോലിപോപ്പായിട്ട് വരച്ചു. ആർക്കാണ് ഇൻ്റർഫേസ് വേണ്ടത്, ഈ കമ്പോണൻറ്റിനാണ് ഇൻ്റർഫേസ് വേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഹാഫ് സെമി സർക്കിൾ വരച്ചിട്ട് ആ സ്റ്റിക്ക് ആ കമ്പോണൻറ്റിലേക്ക് വരച്ചു, റെക്റ്റാങ്കിളിലേക്ക് വരച്ചു. അതെന്താണ്, റിക്വയർഡ് ഇൻ്റർഫേസ് എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായിണ്ടാവും. ഒരാൾ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളും മറ്റേ ആൾ ആ ഇൻ്റർഫേസ് സ്വീകരിക്കുന്ന ആളുമാണ്. പിന്നെ provided interface symbols with a complete circle at their end represent an interface that the component provides. Provided interface symbols with a complete circle at their end represents an interface that the component provides. This lollipop symbol is shorthand for a realization relationship of an interface classifier. അപ്പോൾ 2 രീതിയിലുള്ള ഇൻ്റർഫേസുകൾ നമ്മൾ പറഞ്ഞില്ലേ. ഒന്ന് പ്രൊവൈഡഡ് ഇൻ്റർഫേസ് ഉണ്ട്, അതേപോലെ രണ്ടാമത്തേത് റിക്വയേർഡ് ഇൻ്റർഫേസും ഉണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആരാണോ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ പ്രൊവൈഡഡ് ഇൻ്റർഫേസും, ആർക്കാണോ ഇൻ്റർഫേസ് വേണ്ടത് അത് റിക്വയേർഡ് ഇൻ്റർഫേസുമാണ്. അപ്പോൾ പ്രൊവൈഡഡ് ഇൻ്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് അതിന്മേൽ ഒരു ലോലിപോപ്പിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേ സ്ഥാനത്ത് റിക്വയേർഡ് ഇൻ്റർഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് സർക്കിളേ ഉണ്ടാവുള്ളൂ ആ ഒരു ലൈനിൻ്റെ എൻഡിൽ. അതിനെ നമ്മൾ സോക്കറ്റ് എന്നും പറയാറുണ്ട്. സോക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സോക്കറ്റ് എന്നും പറയാറുണ്ട്. അത് എന്താ കാണിക്കുന്നത്, കമ്പോണൻറ്റിന് ഇൻ്റർഫേസ് റിക്വയേർഡ് ആണ്, ആവശ്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാഫ് സർക്കിൾ ആ ഒരു ലൈനിൻ്റെ എൻഡിൽ കാണിക്കുന്നത്. അതാണ് എന്ത്, റിക്വയേർഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. പിന്നെ component diagrams are mostly used when working with complex systems with many components. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കമ്പോണൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യാം.
അപ്പോൾ ഓരോ കമ്പോണൻസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കമ്പോണൻറ്റ് ഡയഗ്രത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്റ്റേഴ്സ്, അതേപോലെ അസംബ്ലി കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഇൻ്റർഫേസുകൾ തമ്മിലുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കുക. അതായത് പ്രൊഡക്റ്റ് ഉണ്ട്, ഓർഡർ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, ഒക്കെ എന്താണ്, കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഒരു ഓർഡർ സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ് ഡയഗ്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പ്രൊഡക്റ്റ് ഐറ്റം കോഡ് വേണം. അതായത് ഐറ്റം കോഡ് ആർക്കാണ് വേണ്ടത്, ഓർഡർ എന്നുള്ള ആൾക്കാണ് വേണ്ടത്. അപ്പോൾ ഇൻ്റർഫേസ്, അപ്പോൾ എന്ത് ചെയ്യും, ഓർഡറിലേക്ക് വന്നു, ഓർഡറിന് കസ്റ്റമർ ഡീറ്റെയിൽസ്, കസ്റ്റമർ അടുത്തുനിന്ന്, പിന്നെ അവിടുന്ന് എന്ത് ചെയ്യും, അക്കൗണ്ട് ഡീറ്റെയിൽസ്, അങ്ങനെ. അതായത് ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഒരു പ്രൊഡക്റ്റ് കാണും, ആ പ്രൊഡക്റ്റിനെ ഓർഡർ ചെയ്യും, ആ ഓർഡർ ചെയ്തത് ഏത് കസ്റ്റമറാണ് നോക്കും, ആ കസ്റ്റമർക്ക് പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, കസ്റ്റമർ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങുകയും വേണം, പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. ആ ഒരു കംപ്ലീറ്റ് റിലേഷൻഷിപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരു ബിസിനസ് ഓർഡർ സിസ്റ്റം വെച്ചിട്ടുള്ള എന്താണ്, ഒരു ഡയഗ്രമാണ്. അത് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് വെച്ചിട്ട് ചെയ്യേ, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ ടേംസ് ഈസി ആവുന്നത്, ഇപ്പോൾ വല്ല കോളേജ് സിസ്റ്റമോ അല്ലെങ്കിൽ വല്ല ലൈബ്രറി സിസ്റ്റമോ, അതായത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആവുന്നത്, ഇതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ല. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് കാണുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ ഐറ്റം കോഡ് വേണം. അതായത് ഒരാൾ ഇൻ്റർഫേസ് കൊടുക്കുന്നു, മറ്റേയാൾക്ക് അത് റിക്വയർഡ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഐറ്റം കോഡ് വേണം. അപ്പോൾ പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് കിട്ടും, ഐറ്റം കോഡ് കിട്ടും. അത് ഏതിലേക്ക് പോകും, ഓർഡറിലേക്ക് പോകും. അപ്പോൾ കറക്റ്റ് ഓർഡർ ഏതാണ്, ഐറ്റം കോഡ് ഏതാണ് എന്നുള്ളത് കിട്ടും. അവിടെ നിന്ന് എന്ത് ചെയ്യും, ആരാണ് ഓർഡർ ചെയ്തത് എന്നുള്ളത് ഓർഡറിന് വേണം. അത് ആരെടുത്ത് ഉണ്ടാവുക, അത് കസ്റ്റമർ ഡീറ്റെയിൽസിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കസ്റ്റമർ ഡീറ്റെയിൽസിൽ നിന്ന് ഏതിലേക്ക് പോകും, ഓർഡറിനാണ് ആ ഇൻ്റർഫേസ് കൊടുക്കേണ്ടത്, ഏത് കസ്റ്റമറാണ് എന്നുള്ളത്. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ കസ്റ്റമറും അക്കൗണ്ടും തമ്മിലുള്ള രണ്ട് കമ്പോണൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും അവിടെ എന്തും വരാം. കാരണം കസ്റ്റമറുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, ബില്ലിങ് കാര്യങ്ങൾ വേണം. അപ്പോൾ അവിടെ ഏത് റിലേഷൻഷിപ്പും വരാം. അപ്പോൾ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഓർഡറിന് പിന്നെ അക്കൗണ്ടിലേക്കുള്ള ഇൻ്റർഫേസും കാണിച്ചിട്ടുണ്ട്. ഓർഡറിന് റിക്വയർഡ് ഇൻ്റർഫേസ് ഉണ്ട്, അതേപോലെ പേയ്മെൻറ്റ്, അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പ്രൊവൈഡഡ് ഇൻ്റർഫേസും റിക്വയർഡ് ഇൻ്റർഫേസ് അവിടുന്ന് ആ ലൈനിൽ കാണിച്ചിട്ടുണ്ട്. മറ്റേൽ അത് കാണിക്കാത്ത വെച്ചാൽ ഇവിടെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ, മറ്റേൽ ഐറ്റം കോഡിലും കസ്റ്റമർ ഡീറ്റെയിൽസിലൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കമ്പോണൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ അത് വെച്ചിട്ട് എക്സാമ്പിൾസ് ചെയ്താൽ മതി. ഇതന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നോക്കുക, അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്പോണൻറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ആണ്. അപ്പോൾ കമ്പോണൻറ്റ് സ്ട്രക്ചർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് നമ്മളെ UML 2.0 വന്ന കൺസെപ്റ്റാണ് കമ്പോണൻറ്റ് സ്ട്രക്ചർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പോണൻറ്റ് സ്ട്രക്ചർ ഡയഗ്രാം എന്താണ്, ഈസ് എ UML സ്റ്റാറ്റിക് സ്ട്രക്ചറൽ ഡയഗ്രാം ദാറ്റ് ഷോസ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ. ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് സ്ട്രക്ചറൽ UML ഡയഗ്രാമാണ് കമ്പോണൻ്റ് അല്ല, കമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം. കമ്പോസിറ്റ് നല്ല മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ കമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ക്ലാസിഫയറിലുള്ള കൊളാബറേഷൻസും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം, അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രൈബിംഗ് ആണ് പറയുന്നത്. എ ക്ലാസിഫയർ ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചറൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ക്ലാസിഫയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ ആട്രിബ്യൂട്ടുകളും വരാം, ഓപ്പറേഷൻസും വരാം ഒരു UML എലമെൻറ്റിൻ്റെ. അപ്പോൾ ക്ലാസിഫയറിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ ക്ലാസിഫയർ ഡയഗ്രത്തിലൂടെ നമ്മൾ ക്ലാസിഫയേഴ്സിനെ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലെന്തൊക്കെ വരാം, ക്ലാസ്സസ്, ഇൻ്റർഫേസസ്, ഡാറ്റ ടൈപ്സ്, സബ് സിസ്റ്റംസ്, കമ്പോണൻസ് ഒക്കെ വരാം. A structured classifier is a classifier whose instantiation results in the creation of a collection of interconnected objects referred to as its internal structure. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ
അതെന്താണ്? ഈ ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിലൂടെ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? കളക്ഷൻ ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ്. ഇതേപോലെ തന്നെ മനസ്സിലാക്കുക. ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിലൂടെ നമുക്ക് കളക്ഷൻ ഓഫ് ഇൻ്റർ കണക്റ്റഡ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. The elements that make up this internal structure are known as properties. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന എലമെൻസിനെയാണ് എന്തെന്ന് പറയാം? ഈ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ ആണ് എന്തെന്ന് പറയുക? പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ഈ പ്രോപ്പർട്ടീസിനെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് പാർട്സ് ആക്കി മാറ്റാം, വിച്ച് റെപ്രസെൻറ്റ് സ്പെസിഫിക് റോൾസ് വിത്തിൻ ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓർ കണക്റ്റേഴ്സ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ്, ഇൻറ്റേർണൽ സ്ട്രക്ചറിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടീസിനെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ട് എന്താക്കി മാറ്റാൻ പറ്റും? പാർട്സ് ആക്കി മാറ്റാൻ പറ്റും. A connector is a link that allows interaction or communication to occur between two or more parts at runtime. അപ്പോൾ രണ്ടോ രണ്ടിലധികമോ ഉള്ള പാർട്സുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻ അലോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കണക്റ്റർ എന്ന് പറയുന്നത്. Composite structure diagrams are used to model the internal structure of a structured classifier. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം യൂസ് ചെയ്യാറ്. അതേപോലെ തന്നെ എന്തും പറഞ്ഞു? അതിൻ്റെ കൊളാബറേഷൻസും കൂടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. When an instance of a structured classifier is created, a set of instances corresponding to its properties will also be created. അപ്പം നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി, അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റിലുള്ളൊരു മോഡലിംഗ് നമ്മൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായി വരുന്ന കുറച്ച് ഇൻസ്റ്റൻസുകളുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന കുറച്ച് ഇൻസ്റ്റൻസുകളും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം കുഡ് ബി യൂസ്ഡ് ടു ഷോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്ന? ഒന്ന്, സ്ട്രക്ചേർഡ് ക്ലാസിഫയറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് കാണിക്കാൻ പറ്റും. ക്ലാസിഫയറിൻ്റെ പ്രോപ്പർട്ടീസ്, പാർട്സ്, റിലേഷൻഷിപ്സ് ഒക്കെ നമുക്ക് കാണിക്കാം. അതേപോലെ ക്ലാസിഫയർ ഇൻറ്ററാക്ഷൻസ് വിത്ത് എൻവിറോൺമെൻറ്റ് ത്രൂ പോഡ്സിലൂടെ എങ്ങനെയൊക്കെ എൻവിറോൺമെൻറ്റുമായിട്ട് ക്ലാസിഫയർ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാം. അതേപോലെ തന്നെ റൺ ടൈം കൊളാബറേഷന് അതിൻ്റെ ബിഹേവിയർ കാണിക്കാൻ പറ്റും. അപ്പോൾ ക്ലാസിഫയർ എന്താണെന്നുള്ള ഈ കാര്യം ചിന്തിക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ക്ലാസിഫയർ എന്നത് ഒരു ക്ലാസ് ആവാം, ഇൻ്റർഫേസ് ആവാം, ഡാറ്റ ടൈപ്പുകളാവാം, സബ് സിസ്റ്റംസ് ആവാം, അല്ലെങ്കിൽ കമ്പോണൻസ് ആവാം, മൊഡ്യൂൾസ് ആവാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. The key composite structure entities identified in the UML 2.0 specification are. അപ്പോൾ UML 2.0യിൽ ഐഡൻറ്റിഫൈ ചെയ്ത കോമ്പോസിറ്റ് സ്ട്രക്ചറിലുള്ള കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നെന്താണ്? പാർട്ട് നോക്കാം. പാർട്ട് എന്ന് പറയുന്നത് എ പാർട്ട് റെപ്രസെൻറ്റ്സ് എ റോൾ പ്ലേഡ് അറ്റ് റൺ ടൈം ബൈ വൺ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസിഫയർ ഓർ ബൈ എ കളക്ഷൻ ഓഫ് ഇൻസ്റ്റൻസസ്. ഒരു ക്ലാസിഫയറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കാണിക്കുന്നതിനാണ്, അതായത് ഒരു ഇൻസ്റ്റൻസിൻ്റെ റോളിനെ കാണിക്കുന്നതാണ് പാർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻസ്റ്റൻസിൻ്റെ റോൾ ആയിരിക്കാം, റൺ ടൈം റോൾ ആയിരിക്കാം കാണിക്കുന്നത്. ഡയഗ്രാം പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. പിന്നെ ഒന്ന് പോർട്ട്. എ പോർട്ട് ഈസ് ആൻ ഇൻ്ററാക്ഷൻ പോയിൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കണക്ട് സ്ട്രക്ചേർഡ് ക്ലാസിഫയർ വിത്ത് ദെയർ പാർട്സ് ആൻഡ് വിത്ത് ദ എൻവിറോൺമെൻറ്റ്. അപ്പോൾ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ പാർട്സുകൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ പാർട്സ് ടു എൻവിറോൺമെൻറ്റിലുള്ളതോ കാണിക്കുന്ന ആ ഒരു ഇൻ്ററാക്ഷൻ പോയിൻറ്റിനെയാണ് പോർട്ട് എന്ന് പറയുക. പൊതുവേ നമ്മൾ പോർട്ട് എന്ന് പറയാറില്ല, ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴൊക്കെ പോർട്ട് എന്ന് പറയാറില്ലേ. അതായത് പുറത്ത് ഉള്ള എൻവിറോൺമെൻറ്റുമായിട്ടുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ കാണിക്കുന്നതാണ് എന്ത്? പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ കണക്റ്റർ. അടുത്തത് എന്താണ്? എ കണക്റ്റർ ബൈൻഡ്സ് ടു ഓർ മോർ എൻറ്റിറ്റീസ് ടുഗദർ. രണ്ട് എൻറ്റിറ്റീസിനെ ഒരുമിച്ച് ചേർക്കുന്ന ആളാണ് കണക്റ്റർ. അവ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാവും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക? ഒരു ലൈനായിട്ടാവും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് രണ്ട് പോർട്ടുകൾ തമ്മിലോ രണ്ട് പാർട്സുകൾ തമ്മിലോ അല്ലെങ്കിൽ സ്ട്രക്ചർ ക്ലാസിഫയേഴ്സ് തമ്മിലുള്ള ലൈൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കണക്റ്റർ കാണിച്ചിട്ടുണ്ടാവുക. നമ്മളെല്ലാ ഡയഗ്രത്തിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊളാബറേഷൻ. എ കൊളാബറേഷൻ ഈസ് ആൻ അബ്സ്ട്രാക്റ്റ് റോൾ ദാറ്റ് ഇൻസ്റ്റൻസസ് ക്യാൻ പ്ലേ ഇൻ ദ കൊളാബറേഷൻ. ഒരു ഇൻസ്റ്റൻസിൻ്റെ കൊളാബറേഷൻസും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? കൊളാബറേഷൻ നമ്മൾ പറഞ്ഞു. അതിലുള്ള കൊളാബറേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ സ്ട്രക്ചേർഡ് ക്ലാസിഫയർ റെപ്രസെൻറ്റ്സ് എ ക്ലാസ്. ഒരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറിലൂടെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓഫൺ ആൻ അബ്സ്ട്രാക്റ്റ് ക്ലാസ് whose behavior can be completely or partially described through interactions between parts. അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ് നിങ്ങൾ ജാവയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു സ്ട്രക്ചേർഡ് ക്ലാസിഫയറും യൂസ് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി അതിൻ്റെ ബിഹേവിയർ എന്ത് ചെയ്യാം? നമുക്കതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഒരു കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ഒരു ക്ലാസ് ഡയഗ്രത്തിൻ്റെ സിമിലർ അതേപോലെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിലിങ്ങിൽ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒരു കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഫർദർ ഡീറ്റെയിൽ ഇൻ ഡിസ്ക്രൈബിംഗ് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് മൾട്ടിപ്പിൾ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് കോമ്പോസിറ്റ് ഡയഗ്രത്തിലൂടെ പറ്റും. ആൻഡ് ഷോയിങ് ദി ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ദം, അതേപോലെ തന്നെ അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ഇന്നർ ക്ലാസ്സസ് ആൻഡ് പാർട്സ് ആൻഡ് ഷോസ് അസോസിയേഷൻസ് ബോത്ത് ബിറ്റ്വീൻ ആൻഡ് വിത്തിൻ ക്ലാസ്. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് ഇന്നർ ക്ലാസ്സുകളെ വരെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ പാർട്സുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവ തമ്മിലുള്ള അസോസിയേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, ടു ക്രിയേറ്റ് എ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ദ കണ്ടെയ്നിങ് ക്ലാസിഫയർ ഈസ് ഡ്രോൺ ലൈക്ക് എ നോർമൽ ക്ലാസ് ഐക്കൺ. അപ്പോൾ ഒരു കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിഫയർ ഇപ്പോഴത്തെ ക്ലാസിഫയറിന് എന്ത് ചെയ്യുക? ഒരു നോർമൽ ക്ലാസ് ഐക്കണായിട്ട് വരയ്ക്കുക. നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്ന്. ദ ഐക്കൺ വിൽ ഹാവ് 2 കമ്പാർട്ട്മെൻറ്റ്സ്. ഐക്കണിന് 2 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഇൻ ദ ഫസ്റ്റ് പുട്ട് ദ നെയിം ഓഫ് ദ കണ്ടെയ്നിങ് ക്ലാസിഫയർ. ഫസ്റ്റിൽ എന്ത് ചെയ്യുക? നമ്മൾ ക്ലാസിഫയറിൻ്റെ പേര് കൊടുക്കുക. ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ പാർട്സ് ദാറ്റ് മേക്കപ്പ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഗോയിങ് ടു ദ സെക്കൻഡ്. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണല്ലോ നമ്മൾ കാണിക്കുന്നത് ആ ക്ലാസിഫയറിൻ്റെ. അത് ഏതിൽ വരും? അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരും. അതായത് ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിനെക്കാട്ടിലും വലിയ കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും രണ്ടാമത്തത് എന്ന് പറയുന്നത്. നോക്കുക, ക്ലാസ് എന്നത് കുഞ്ഞു കമ്പാർട്ട്മെൻറ്റാണ്, രണ്ടാമത്തെ പാർട്ട് എന്താണ്? വലിയ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ഷോ ദ ഇൻറ്റേർണൽ പാർട്സ് ഓഫ് എ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഇൻറ്റേർണൽ പാർട്സുകളാണ് കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം കാണിക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻറ്റേർണൽ ഡീറ്റെയിലിംഗ് ആണ് കാണിക്കുക. അപ്പോൾ പാർട്സ് ആർ നെയിംഡ്. ഇപ്പോൾ പാർട്സിനെ നെയിം ചെയ്തത് നോക്കാം. ഒന്ന് പാർട്ട് നെയിം കോളൻ പാർട്ട് ടൈപ്പ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ മൾട്ടിപ്ലിസിറ്റി. Aggregated classes are parts of a class, but parts are not necessarily classes. A part is any element that is used to make up the containing class. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കാം. ആ ഒരു ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു എലമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 1 എന്ന് കൊടുത്തിട്ട് എന്തുണ്ട്? ടൈപ്പ് 0 to 2 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർട്ട് 2 ടൈപ്പ് അതിലെന്ത് കൊടുത്തിട്ടുണ്ട്? ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം അതിൽ എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഈ പാർട്ട് 1 എന്നുള്ളത് ഫസ്റ്റ് നോക്കുക, ക്ലാസ് ഫസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആണ്. അതാണ് ക്ലാസ് എന്ന് ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടാണ് ഈ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലുള്ള ഉള്ളിലുള്ള റെക്റ്റാങ്കിൾ പാർട്ടാണ്. ആ പാർട്ട് 1ഉം പാർട്ട് 2ഉം തമ്മിലുള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനാണ് കണക്ടർ എന്ന് കാണിച്ചിട്ടുള്ളത്. അതിൽ പാർട്ട് 1 എന്ന് കൊടുത്തത് പാർട്ട് നെയിമാണ്. ആ ഒരു സിൻറ്റാക്സ് ആണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. പാർട്ട് നെയിം കോളൻ പാർട്ട് ടൈപ്പ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർട്ട് ടൈപ്പ് ഏതാണ് എന്നുള്ളത് കാണിക്കാൻ ടൈപ്പ് എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്, അതായത് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ, അത്രയും ഡീറ്റെയിൽഡ് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. മറ്റേൽ വന്നിട്ടോ പാർട്ട് 2 കോളൻ ടൈപ്പ് പിന്നെ ഡബിൾ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഡബിൾ കോട്ട് തന്നെയാണത്, സ്റ്റാർ അല്ലല്ലോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ വെച്ചാൽ നിങ്ങൾ എഴുതുക കേട്ടോ. പിന്നെ ആസ് എൻ എക്സാമ്പിൾ ഓഫ് കൺസ്ട്രക്റ്റിംഗ് കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം, സപ്പോസ് വി ആർ മോഡലിംഗ് എ സിസ്റ്റം ഫോർ ആൻ ഓൺലൈൻ സ്റ്റോർ. The client has told us that customers may join a membership program which will provide them with special offers and
discounted shipping, so we have extended the customer object to provide a member and standard option. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളൊരു ഓൺലൈൻ സ്റ്റോറിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മോഡൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം എടുക്കാനുള്ള ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അതിലെന്ത് വരും, സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ടഡ് ഷിപ്പിങ്ങൊക്കെ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമാണത്. സോ വി ഹാവ് എക്സ്റ്റെൻഡഡ് ദ കസ്റ്റമർ ഒബ്ജക്റ്റ് ടു പ്രൊവൈഡ് എ മെമ്പർ ആൻഡ് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ. അപ്പോൾ കസ്റ്റമർ ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, അതേപോലെ സ്റ്റാൻഡേർഡ് എന്നുള്ള 2 ഓപ്ഷൻസും കൂടെ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മോഡലിംഗ് ദ ഓൺലൈൻ സ്റ്റോർ യൂസിങ് എ ക്ലാസ് ഡയഗ്രാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ മോഡൽ ചെയ്തതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഏത് ഡയഗ്രാമാണ്? ക്ലാസ് ഡയഗ്രാമാണ് കേട്ടോ, കോമ്പോസിറ്റ് ഡയഗ്രാം അല്ല. അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ക്ലാസ് ഡയഗ്രാമാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കുക. അപ്പോൾ അതിൽ ഓർഡർ ഉണ്ട്, ഐറ്റം ഉണ്ട്, കസ്റ്റമർ ഉണ്ട്, സ്റ്റോർ മാനേജർ ഉണ്ട്. പിന്നെ കസ്റ്റമർക്ക് നമ്മളെ ക്ലയൻറ്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് ഈ 2 ഫീച്ചർ അതിൽ ഉൾപ്പെടുത്തണമെന്ന് മെമ്പർഷിപ്പ് പ്രോഗ്രാമായിട്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് കസ്റ്റമറും മെമ്പർ കസ്റ്റമറും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ ആദ്യം വരച്ചു. വി ഹാവ് എ ക്ലാസ് ഫോർ ഐറ്റം വിച്ച് മേ ബി അഗ്രിഗേറ്റഡ് ബൈ ദ ഓർഡർ ക്ലാസ് വിച്ച് ഈസ് കമ്പോസ്ഡ് ബൈ കസ്റ്റമർ ക്ലാസ് വിച്ച് ഇറ്റ് സെൽഫ് ഈസ് കമ്പോസ്ഡ് ബൈ ദ സ്റ്റോർ മാനേജർ ക്ലാസ്. എവറിത്തിങ് ലുക്സ് ലൈക്ക് ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻസൈഡ് സ്റ്റോർ മാനേജർ. സോ വി ക്യാൻ ക്രിയേറ്റ് എ കമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം ടു റിയലി സീ വാട്ട് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഡയഗ്രാം നോക്കിയാൽ നോക്കുക. അപ്പോൾ ഐറ്റം ആണെങ്കിലും സ്റ്റോർ മാനേജർ, കസ്റ്റമറിലേക്കാണ് സ്റ്റാൻഡേർഡ് കസ്റ്റമറും മെമ്പർ കസ്റ്റമറും പോകണല്ലേ. അപ്പോൾ അതും എൻഡ് ചെയ്യുന്നത് ഏതിലാണ്? സ്റ്റോർ മാനേജറിലാണ്. അപ്പോൾ ഓർഡർ കിട്ടി കസ്റ്റമറിൻ്റെലേക്ക് വന്ന് അവിടുന്ന് പോകുന്നത് ഏതിലേക്കാണ്? സ്റ്റോർ മാനേജറിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും എല്ലാം എൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റോർ മാനേജർ എന്നുള്ള ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കമ്പാർട്ട്മെൻറ്റിൽ മുകളിൽ എന്ത് കൊടുത്തു? സ്റ്റോർ മാനേജർ ഒന്ന് കൊടുത്തു. പിന്നെ എന്താ വന്നത്? പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. നോക്കാം. മുകളിലത്തെ എക്സാമ്പിളുള്ള കാര്യങ്ങളാണ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ മാനേജർ ഫ്രം ഇറ്റ്സ് ഓൺ പേഴ്സ്പെക്റ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ദ സിസ്റ്റം ആസ് എ വോൾ. സ്റ്റോർ മാനേജർ അതായത് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതിന് പകരം നമ്മൾ സ്റ്റോർ മാനേജർ എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്തു. കാരണം എല്ലാം വന്ന് എൻഡ് ചെയ്യുന്നത് അതാണ് എന്ന് നമുക്ക് ക്ലാസ് ഡയഗ്രാം നോക്കിയപ്പോൾ മനസ്സിലായില്ലേ. സ്റ്റോർ മാനേജർ ഡയറക്റ്റ്ലി കണ്ടെയ്ൻസ് 2 ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ്. സ്റ്റോർ മാനേജറിന് 2 ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കസ്റ്റമറും ഒന്ന് ഐറ്റമും അല്ലേ. ഡയഗ്രാം നോക്കുക കൂടെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഡയഗ്രാം കസ്റ്റമറും ഉണ്ട് ഐറ്റവും ഉണ്ട്. ആസ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ 2 കോമ്പോസിഷൻ ആരോസ് ഓൺ ദ ക്ലാസ് ഡയഗ്രാം. The composite structure diagram here shows more explicitly is the inclusion of the subtypes of customer. അപ്പോൾ കസ്റ്റമറുടെ സബ് ടൈപ്സ് ഒന്നും കൂടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. നോക്കാം. അതാണ് മീൻസ് ആ ഡയഗ്രാം നോക്കുക. അതായത് സ്റ്റോർ മാനേജർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഐറ്റമും ഉണ്ട് കസ്റ്റമറും ഉണ്ട്. അപ്പോൾ അതിൽ കസ്റ്റമർക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സബ് ടൈപ്സ് വരുന്നത് ഏതിലാണ്? സ്റ്റാൻഡേർഡ് കസ്റ്റമറും മെമ്പർ കസ്റ്റമറുമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കസ്റ്റമർ അതേപോലെ മെമ്പർ കസ്റ്റമർ എന്നുള്ള 2 എണ്ണം ഏതിൽ വരും? സ്റ്റോർ മാനേജറിലേക്ക് കയറും. നോട്ടീസ് that the type of both of these parts is customer as the store sees both as customer objects. We also see a connector which shows the relation between item order. അപ്പോൾ നോക്കാം. ഇപ്പോൾ 2 എണ്ണത്തിലേക്കാണ് ഡയറക്റ്റ് ലിങ്ക് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ കസ്റ്റമറിൽ നോക്കുമ്പോൾ കസ്റ്റമറിന് 2 സബ് ടൈപ്സ് ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഇപ്പോൾ സബ് ടൈപ്സ് എന്ത് തന്നെയാണെങ്കിലും അതൊറ്റ കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് ഏതെടുക്കുന്നത്? സ്റ്റോർ മാനേജർ എടുക്കുന്നത്. അപ്പോൾ സ്റ്റോർ മാനേജറിൽ വന്നിട്ട് ആദ്യം സ്റ്റാൻഡേർഡ് കസ്റ്റമർ, പിന്നെ അടുത്തത് മെമ്പർ കസ്റ്റമർ എന്നുള്ളത് റെക്റ്റാങ്കിളിൽ എന്ത് ചെയ്തു? കാണിച്ചു. അതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു? സ്റ്റാൻഡേർഡ് ഓർഡർ എന്താ വന്നത്? സ്റ്റാൻഡേർഡ് ഓർഡർ എന്താ വന്നത്? മറ്റേത് മെമ്പർ ഓർഡർ എന്താ വന്നത് എന്നുള്ളത് വേറൊരു റെക്റ്റാങ്കിളിൽ കാണിച്ചു. അതേപോലെ തന്നെ സ്റ്റോർ മാനേജർക്ക് വേറൊരു കണക്ഷൻ ഉള്ളത് ഐറ്റം ഏതാണ്? ഐറ്റമാണ്. അപ്പോൾ ആ ഐറ്റം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തു? ഈ രണ്ട് റെക്റ്റാങ്കിൾസ് തമ്മിലുള്ള ലിങ്കായിട്ട് ഏത് കാണിച്ചു? ഐറ്റവും റെപ്രസെൻ്റ് ചെയ്തു. അതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക.
കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഒന്ന് അതായത് സ്റ്റോർ മാനേജർക്ക് ഡയറക്റ്റ് കണക്ഷനുള്ള രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ഐറ്റവും ഒന്ന് കസ്റ്റമറും. കസ്റ്റമറിൽ 2 സബ് ടൈപ്സ് ആണുള്ളത്. അപ്പോൾ ആ 2 സബ് ടൈപ്സിനും ഇവിടെ ഹൈലൈറ്റ് ചെയ്തു. ആ ഹൈലൈറ്റ് ചെയ്തതിൽ ഈ 2 അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡ് ഓർഡറും കൊടുത്തു, മെമ്പർ ഓർഡറും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഐറ്റത്തിന് അതിൻ്റെ ലിങ്ക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതാണ് പറഞ്ഞിട്ടുള്ളത്. വി ഓൾസോ സി എ കണക്ടർ വിച്ച് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഐറ്റം ആൻഡ് ഓർഡർ. ഓർഡറും ഐറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. മീൻസ് അതായത് നമ്മൾ ഓർഡർ ചെയ്തു ഇന്ന ഐറ്റം, ആ ഐറ്റം ഏതെന്ന് വരുന്നതാണ്, കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തതാണ്. ആ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തത് ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സാണ്, സ്റ്റാൻഡേർഡ് കസ്റ്റമറും അതേപോലെ മെമ്പേർഡ് കസ്റ്റമറുമാണ്. മൊത്തം ഈ ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, റെപ്രസെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർഡർ ഈസ് നോട്ട് ഡയറക്ട്ലി കണ്ടെയ്ൻഡ് വിത്തിൻ ദ സ്റ്റോർ മാനേജർ class, but we can show relations to parts nested within the objects it aggregates. അപ്പോൾ ഓർഡർ എന്നുള്ളത് ഡയറക്റ്റ് എന്തല്ല, സ്റ്റോർ മാനേജറുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷേ കസ്റ്റമർ ഓർഡർ ചെയ്തു ഇന്ന ഐറ്റം എന്നുള്ള രീതിയിൽ നമുക്കതിൽ നെസ്റ്റഡ് പാർട്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള അതാണ് സ്റ്റാൻഡേർഡ് കസ്റ്റമറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓർഡർ എന്നുള്ള ഭാഗം കൂടെ കൊടുക്കാനുള്ള റീസൺ. ശരിക്കും ഡയറക്റ്റ് എന്തല്ല, അവർ തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ല. പക്ഷേ നമ്മളതിൽ നെസ്റ്റഡ് പാർട്സ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് സബ്ബായിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിലായിട്ട് വീണ്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേറെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു കൊമേഴ്ഷ്യൽ ലെവലിൽ വരുമ്പോഴാണ് ഈ ഒരു ടേംസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്.